JRD ടാറ്റയുടെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ബയോപിക്കാണ് ബിയോണ്ട് ദ ലാസ്റ്റ് ബ്ലൂ മൗണ്ടൻ. ശ്രീ RM ഡൽഹി എഴുതിയത്. അത് ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ബയോപിക്കാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പം ഫസ്റ്റ് ചാപ്റ്ററിന് 2-3 ഒരു ഫൺ ഫാക്റ്റ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്, ടാറ്റ കമ്പനി 1907 സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യാൻ പോകുമെന്ന് വാർത്ത കേട്ടപ്പോൾ സർ ഫെഡറിക് അപ്കോട്ട് എന്ന് പറയുന്നൊരു അന്നത്തെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ചീഫ് കമ്മീഷണറായിട്ടുള്ള ആൾ, ഒരു ബ്രിട്ടീഷുകാരനാണ്. പുള്ളി പറഞ്ഞ് ഒരു ഡയലോഗാണ്, അതായത് ഇന്ത്യക്കാരൻ സ്റ്റീൽ ഉണ്ടാക്കാൻ പോവുകയാണോ, അങ്ങനെ ഉണ്ടാക്കിയാൽ അത് ഫുള്ള് തിന്നു തീർക്കും എന്നുള്ളൊരു സംഭവം. ഓക്കെ, പക്ഷേ അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ ബ്രിട്ടീഷുകാർക്ക് വാറിന് വേണ്ടിയിട്ട് ടാറ്റയുടെ സ്റ്റീല് റെയിൽപ്പാളം ഉണ്ടാക്കാനും ഒക്കെ വേണ്ടി വന്നു. അപ്പം അതിനുശേഷം ലോർഡ് ചെംസ്ഫോർഡ് നമുക്ക് വളരെ പഠിക്കാനുള്ളൊരു ആളാണ്, ഭയങ്കര ഇന്ത്യൻ വയസ്സായിട്ടുള്ള ആളാണ്. അപ്പോൾ 1919 ടാറ്റ സ്റ്റീലിൻ്റെ പ്ലാന്റ് വന്നിട്ട് പറഞ്ഞ ഒരു കോട്ടാണ്, ടാറ്റ സ്റ്റീൽ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തതെന്ന് പറയാൻ പറ്റില്ലായിരുന്നു അവർക്ക്. ഈജിപ്തിലും പാലസ്തീനിലും അത് പിടിച്ചടക്കുന്നതിനും യുദ്ധത്തിനും വേണ്ടിയിട്ടൊക്കെ ബ്രിട്ടീഷുകാർ, അതായത് ഈജിപ്തിലെ, പാലസ്തീനിൽ, ഈസ്റ്റ് ആഫ്രിക്കയിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ട യുദ്ധത്തിന് ടാറ്റ കമ്പനിയുടെ സഹായം വേണ്ടി വന്നെന്നുള്ളത്. അത് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഈജിപ്തും ഈസ്റ്റ് ആഫ്രിക്കയും ഓക്കെ, പക്ഷേ ഈ പാലസ്തീനിൽ ബ്രിട്ടീഷുകാരെ പിടിച്ചെടുക്കാനും ഇവിടുത്തെ ഡിഫെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിന് ടാറ്റ സ്റ്റീലിൻ്റെ സഹായം വേണ്ടി വന്നെന്നുള്ളത് അവിടുത്തെ ഇന്ത്യ വൈസ്രോയ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴ് പാലസ്തീനിൽ ഇസ്രായേലിൻ്റെ യുദ്ധത്തിന് ടാറ്റ കമ്പനി സഹായം ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ടാറ്റയ്ക്കെതിരെ ബോയ്ക്കോട്ട് ഒക്കെ പറയുന്നുണ്ട്. അതായത് അന്ന് ബ്രിട്ടീഷുകാർ പാലസ്തീന് വേണ്ടി യുദ്ധം നടത്തിയപ്പോൾ അവിടെ ടാറ്റ കമ്പനിയുടെ സപ്പോർട്ട് വേണ്ടി വന്നിരുന്നു. ഇപ്പോഴ് പാലസ്തീനിൽ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ അവിടെ ഇവരുടെ സപ്പോർട്ട് വേണ്ടി വരുന്നു. സോ പാലസ്തീൻ്റെ ഒരു ശത്രുക്കളായിട്ട് വരികയാണോ എന്നെനിക്ക് അറിയില്ല. ഓക്കെ, നമ്മൾ പാലസ്തീനിലെ കൊല്ലപ്പെടുന്ന സാധാരണ ഞങ്ങൾക്കൊപ്പം നിൽക്കണം. ഇന്ത്യ ഗവൺമെൻറ് എല്ലായ്പ്പോഴും പാലസ്തീനിൻ്റെ സാധാരണ ഞങ്ങൾക്കൊപ്പമാണ്. യുദ്ധം ഒഴിവാവണം, സമാധാനം ആഗ്രഹിക്കുന്ന ജനതയാണ് നമ്മൾ. പക്ഷേ പാലസ്തീൻ ഒരു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നൊരു അക്രമരാഹിത്യത്തിൽ കൂടെ സ്വാതന്ത്ര്യം നേടിയ നാടാണ്. പാലസ്തീൻ അക്രമരാഹിത്യത്തിൽ കൂടി ചർച്ചകൾ നടത്തി ഇസ്രായേലും പാലസ്തീനും സ്വാതന്ത്ര്യം, പരസ്പരം സമാധാനമായിട്ട് സന്തോഷമായിട്ട് 2 രാജ്യമായിട്ട് നിലനിൽക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ